ഹായ്, എല്ലാവർക്കും നമസ്കാരം. 2 ദിവസമായിട്ട് ഞാൻ ഒരു തുടക്കമല്ലേ, വേറൊന്നുമല്ല, രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തു. അതെനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇത് കൃത്യമായിട്ട് ചെയ്യാനുള്ള അറിവില്ലായ്മ ഒരു കുഴപ്പമാണല്ലോ. അപ്പം ഞാനിപ്പോൾ പറയാൻ കാരണം 2 ദിവസം ഞാനിങ്ങനെ വീഡിയോ ഇങ്ങനെ ഫോണിൽ ഷൂട്ട് ചെയ്ത് വെച്ചു. പക്ഷെ അത് അത് അപ്ലോഡ് ആവണമില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഇന്നെടുത്ത വീഡിയോ ആക്കാൻ പറ്റുമോ ഇല്ലയോ ഒന്നും അറിയില്ല. എന്നാലും ഞാൻ ഇപ്പം കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കി വന്നിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നു. എന്താണെന്ന് വെച്ചാൽ കണ്ണുറക്കാൻ പറ്റണില്ല. ഉറക്കം ഇങ്ങനെ എന്താ വെച്ചാൽ ഇന്നലെ നൈറ്റ് തീരെ ഉറങ്ങിയില്ല. കുറേ റീൽസൊക്കെ ഇങ്ങനെ ഇതെങ്ങനെയത് മൊബൈൽ നോക്കി കുറച്ച് നേരം കിടന്നതെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് അപ്ലോഡ് ആക്കുക, ഇനി ഞാൻ യൂട്യൂബ് എന്നൊരു സംഭവം ക്രിയേറ്റ് ചെയ്തത് ശരിയാണോ, വ്യൂസ് കൂടാൻ എന്തെങ്കിലും ചെയ്യാൻ ഇതെന്താ നല്ല കൺഫ്യൂഷനുണ്ട്. എന്ത് ചെയ്താലാണ് ഇത് ആരോടാ ഒന്ന് ചോദിക്കുക. സത്യത്തിൽ ഇത് ചോദിക്കാൻ വേണ്ടിയിട്ട് കുറേ പേരെ ഞാൻ ഇൻബോക്സിലൊക്കെ ഫേസ്ബുക്കിൽ ഈ മെസ്സഞ്ചറിൽ അതിലൊക്കെ ഞാൻ മെസ്സേജ് അയച്ചിട്ട് ഇതൊന്ന് പറഞ്ഞു തരും. പിന്നെ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ കുറേ പേരോട് ചോദിച്ചു കേട്ടോ, ഒന്ന് ഡൗൺലോഡ് ആക്കുക. അങ്ങനെ അറിയില്ല എന്താണെന്നറിയില്ല, അത് പിക്കപ്പായില്ല. പിന്നെ അപ്പോൾ കുറച്ച് ഇന്നലത്തെ എടുത്ത വീഡിയോ ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഇന്ന് ഇപ്പോൾ കിടന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇച്ചിരി ഉപ്പുമാവും ചായയും. പിന്നെ കാലത്ത് കുഞ്ഞുങ്ങൾക്ക് ഇടിയപ്പവും തേങ്ങാപ്പാലും നമ്മളെ മലയാളികളുടെ ഫേവറേറ്റാണ്, കുട്ടികൾക്ക് ഫേവറേറ്റാണ്. അപ്പോൾ എനിക്കും ഇഷ്ടമാണ്. കറി കൂട്ടി കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടമാണ് തേങ്ങാപ്പാൽ പഞ്ചസാരയൊക്കെ ഇട്ട്. പക്ഷേ ഇനി പഞ്ചസാര അധികം ഞാൻ ഇടാറില്ല. ഞാൻ ഷുഗറിന് ഗുളിക കഴിക്കുന്ന വ്യക്തിയാണ്. എന്നാലും ഷുഗർ ഉണ്ടെന്ന് വെച്ചിട്ട് തിന്നാതിരിക്കുന്നില്ല. ഇവർക്ക് രാവിലെ കൊണ്ടുപോകുന്ന ബ്രെഡ് ഓംപ്ലേറ്റും അതൊന്നും വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ, ഒരു മൂഡുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് അതാക്കി വന്നിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നു. എൻ്റെ ഫോണിൽ എടുക്കുന്നത് ഒരു മങ്ങിയിട്ടാണ് ശരിക്കും ഇത് കാണുന്നത്. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇതിൽ വീഡിയോ എടുത്ത് കിട്ടുമെന്നൊന്നും എനിക്കൊരു ഉറപ്പില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ ഫോണിൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്നറിയില്ല. എന്തായാലും വേണ്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ചില വീഡിയോസൊക്കെ കാണുമ്പോൾ പിന്നെ എനിക്ക് ഇന്ന് പറയാനുള്ളത്, എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് ആദ്യം അതായത് 2017 തൊട്ട് കാണുന്ന 17-18 തൊട്ട് കാണുന്ന വീഡിയോസ് ഉണ്ട്. എല്ലാം ഒന്നും ഈ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ഞാൻ കാണുന്ന വീഡിയോസ്, അതായത് തൃശ്ശൂർ ലാംഗ്വേജുള്ള കുറേ ആളുകളുടെ കാണാറുണ്ട്. പിന്നെ കുറേ യാത്രകൾ പോകുന്ന ആൾക്കാർ, അതെനിക്കിഷ്ടം. നമുക്ക് ഏതായാലും പോകാൻ പറ്റത്തില്ല. അപ്പോൾ പോകുന്ന ആൾക്കാരെ കണ്ട് ആസ്വദിക്കുക, അവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, ഒരു ലൈക്ക് അടിച്ച് കൊടുക്കുക. നമ്മളെ കൊണ്ടൊക്കത്തല്ലേ പറ്റുള്ളൂ. പിന്നെ എനിക്കും അതൊക്കെ കണ്ടപ്പോൾ നമ്മളുടെ കുറേ പ്രശ്നങ്ങൾ വരുമ്പോഴാണല്ലോ നമുക്ക് മാനസികമായിട്ട് ഈ പറഞ്ഞ മാതിരി എല്ലാവരും സ്ട്രെസ്സ്, മാനസിക പിരിമുറുക്കം അതൊക്കെ വരുമ്പോഴാണല്ലോ നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഞാൻ ജോലിക്ക് പോയിരുന്നതാണ്, ഞാൻ സലൂണിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് കൊച്ചിയിൽ. പിന്നെ ഇത് സെക്കൻഡ് മാരേജ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ കൊച്ചി എന്ന സ്ഥലം വരെ കണ്ടിട്ടുണ്ട്, അതിനപ്പുറത്തോട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ ബാംഗ്ലൂർ എത്തി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ബാംഗ്ലൂർ എത്തി. പിന്നെ എൻ്റെ മൂത്ത മോനെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഞാൻ കൊച്ചിയിലാണ് ഉണ്ടായിരുന്നത്. എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു, ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു, തൈറോയ്ഡ് ഉണ്ട് ഓൾറെഡി. അപ്പോൾ ഇതൊക്കെ കൂടി ആയിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ അന്ന് തൊട്ട് ഇൻസുലിൻ എടുത്തിരുന്നു. അപ്പോൾ ആ ഇൻസുലിൻ എടുക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ 38-ലാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത്. അതുവരെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് പിന്നെ ആ ടോപ്പിക്ക് ഞാൻ പിന്നെ പറയാം കേട്ടോ. അപ്പോൾ 38-ലാണ് ഞാൻ എന്താ പറയുക പ്രഗ്നൻ്റ് ആയത്. അപ്പോൾ ആ ഏജിലൊക്കെ പ്രഗ്നൻ്റ് ആകുമ്പോൾ ഷുഗർ, പിന്നെ 2ാമത്തെ മാസമൊക്കെ ആയപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഫൈബ്രോയിഡ് ഉണ്ട് യൂട്രസിൽ. അപ്പോൾ അതും പ്രശ്നമാണ്. അങ്ങനെ കുറച്ച്
കഴിച്ച് കുറേ വേദനയും തിന്ന് ഇത് കുറച്ച് ഒരു 6 മാസമൊക്കെ ആകുമ്പോൾ ബേബി വളരുമ്പോൾ ഇതും വളരും അത്രേ. അപ്പോൾ നമുക്ക് ബേബിക്ക് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും ശാരീരിക ബുദ്ധിമുട്ടും മാനസിക ബുദ്ധിമുട്ടും വേദന, പിന്നെ ഹോസ്പിറ്റലിൽ ഓരോ ആഴ്ച ഓരോ ഹോസ്പിറ്റൽ, അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് വീണ്ടും ഹോസ്പിറ്റലിൽ, അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും തോന്നുന്നു അന്നൊക്കെ അത് ഇതുപോലെ യൂട്യൂബ് എനിക്ക് എടുക്കാൻ തോന്നിയെങ്കിൽ എപ്പിസോഡൊന്നും തപ്പേണ്ട ആവശ്യമില്ല, കണ്ടൻറ്റൊന്നും ഉണ്ടാക്കണ്ട. നമ്മുടെ ആണ്ട് ഒരു ലൈഫ് ജേർണി അങ്ങനെ തന്നെയായിരുന്നു, എന്നും ഓരോരോ തലവേദന. പിന്നെ അപ്പോൾ അവനുണ്ടാവണ ആ ഒരു പ്രഗ്നൻസി ആവണ കുറച്ച് ദിവസം വരെ ഞാൻ 2 വീലറിൽ ഓടിച്ച് ഞാൻ ജോലിക്ക് പോയിരുന്നു. പക്ഷേ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഞാൻ പോയിട്ടില്ല. എന്നാൽ പിന്നെ ആ പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞായി, അപ്പോൾ പോകാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഈവന് 9 മന്ത് ആയപ്പോൾ രണ്ടാമത്തെ പ്രഗ്നൻ്റായി. അപ്പോഴും ഷുഗറും ഇൻസുലിൻ എനിക്ക് തോന്നുന്നു രാവിലെ മോർണിംഗ്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട്, പിന്നെ ഉച്ചയ്ക്ക്, വൈകുന്നേരം, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് കഴിഞ്ഞിട്ട്, ഡിന്നർ കഴിഞ്ഞിട്ടുള്ള സമയത്ത് അങ്ങനെ 5 or 4 എൻ്റെ ഇൻസുലിൻ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഈ മൂത്തത് അപ്പോൾ പിന്നെ ഒരു വയസ്സായിട്ടില്ല എൻ്റെ മൂത്ത മോന്. അപ്പോൾ 2 കുഞ്ഞുങ്ങളെയും നോക്കുമ്പോൾ നമുക്ക് ആരുടെയും സപ്പോർട്ട്, കാരണം എന്താ വെച്ചാൽ ആരുടെയും സപ്പോർട്ട്, എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഒരു സപ്പോർട്ടും, രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. ശരിക്കും ഞാൻ ഒറ്റപ്പെട്ട പോലെ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റേതായ നല്ല ബുദ്ധിമുട്ടും സങ്കടവും എല്ലാം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ സങ്കടം വരും, നമുക്ക് ആ ഒരു അവസ്ഥ വരുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടും മാനസിക ബുദ്ധിമുട്ടുണ്ടാവും, പിരിമുറുക്കം എന്നൊക്കെ പറഞ്ഞാൽ. അത് എനിക്ക് തോന്നുന്നത് ഈ ചാനലിലൂടെ ഓരോ ഡോക്ടർമാർ പറയുന്നുണ്ടല്ലോ, മാനസിക സ്ട്രെസ്സ്, മെൻ്റലി അത് ആ ഒരു സ്റ്റേജ് എനിക്കതായിരുന്നത് എനിക്കിപ്പോഴാണത് മനസ്സിലാവുന്നത്. പക്ഷെ അന്നൊന്നും എനിക്കത് അറിഞ്ഞില്ല. ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ട്. 2 ഉറങ്ങില്ല, പിന്നെ അവൻ ചെറുത്, പിന്നെ ഡെലിവറി സമയം, പിന്നെ എൻ്റെ അമ്മയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ ആ സമയത്ത് എൻ്റെ അമ്മയുടെ അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എന്താ പറയുക, ഞാൻ ഡെലിവറിക്ക് ആളെ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അമ്മയും ഞാനും കൊച്ചിയിൽ വൈറ്റിലാല ഒരു വീട്ടിലാണ് ഉണ്ടായിരുന്നത്. ഞാൻ, എൻ്റെ അമ്മ, അമ്മയുടെ അമ്മ, എന്താ പറയുക, പിന്നെ എൻ്റെ അനിയത്തിയുടെ മോന്. അപ്പം ആ ഒരു വെക്കേഷൻ ടൈമിലൊക്കെ അവനുണ്ടായിരുന്നു, ഡെലിവറി ആ സമയത്തൊക്കെ ഞങ്ങളുടെ കൂടെ അവനുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അമ്മേനെ ഞങ്ങൾക്ക് അവിടെ തനിച്ചാക്കിയിട്ട് പോരാൻ പറ്റില്ല. അപ്പം അമ്മ വരുമ്പോൾ എൻ്റെ കൂടെ അപ്പം അങ്ങനെയൊരു സിറ്റുവേഷനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് ഉള്ള സമയത്തൊക്കെ കഴിഞ്ഞ് എൻ്റെ മോന്, എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ മോന് ഒരു നമ്മുടെ പേരിടൽ നെയിമോ സെർമണി, അതിൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതിങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കുറച്ചാക്കിയിട്ട് ഇടണമെന്ന് എനിക്കറിയില്ല. അത് ഞാൻ ഇടാം. പക്ഷെ അതുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു 6 months ഞാൻ ബാംഗ്ലൂർ അത് ആ ടൈം അതാണെന്നറിയോ, കൊറോണയുടെ സെക്കൻഡ് ടൈമിലാണ് ഞാൻ ബാംഗ്ലൂർക്ക് എത്തിയത്. പിന്നെ ആസ് യൂഷ്വൽ അത് അങ്ങനെ ഒരു 6 months നിന്ന് തിരിച്ച് വീണ്ടും റിട്ടേൺ കൊച്ചിയിലോട്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു രണ്ടാമത്തെ എടുത്ത വീട്ടിൽ നിന്ന് ഒരു 6 മാസം അവിടെ നിൽക്കും, വീണ്ടും തിരിച്ച് ബാംഗ്ലൂരിലോട്ട് ഈ വീട്ടിലേക്ക്. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റ് വാങ്ങിച്ച് ഇൻറ്റീരിയലൊക്കെ ചെയ്ത് ഈ വീട്ടിലോട്ട് വന്നത്. പിന്നെ അപ്പോഴത്തെ എൻ്റെ മക്കളെ ഞങ്ങൾ 2 പേരും നഴ്സറി കൊണ്ടാക്കി, കിഡ്സ് ക്ലാസ്സിലാണ്. അങ്ങനെയാണ് നമ്മൾ ഇവിടെ സെറ്റിലായത്. പക്ഷേ ഞാനിന്ന് പറയാൻ പോയത് വേറെ ഒന്നുമല്ല, നമ്മൾക്ക് ചില സമയത്ത് ഒറ്റപ്പെടുമ്പോൾ, പിന്നെ എനിക്ക് ചില കാര്യങ്ങൾ എന്നെ സംബന്ധിച്ച് പേഴ്സണലി, അപ്പം ഞാൻ ആ സമയങ്ങളിലൊക്കെ പറഞ്ഞതൊന്നും വേറെ ഒന്നുമില്ല, ആ സമയങ്ങളിൽ കണ്ടിരുന്ന കുറേ നമുക്ക് സന്തോഷം കാണുന്നത്, അതായത് എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്ത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ.
ആ അവരെങ്കിലും അത് ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ കുറേ വീഡിയോസൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് കുറച്ച് മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒന്ന് നമ്മൾ തൃശ്ശൂർക്കാരിയുടെ ഹാപ്പി വിത്ത് ശ്രീ, പിന്നെ നമ്മുടെ അജുവേട്ടൻ്റെ, പിന്നെ അവരുടെ 2 ഫാമിലിയും കാണാറുണ്ട് കേട്ടോ. അവർ അത് നല്ലതോ ചീത്തയോ ഒന്നുമല്ല, പക്ഷേ എനിക്ക് 2 പേരുടെ അത് അവരുടെ യൂണിക് ഫാമിലിയും കാണാറുണ്ട്, അജു വേൾഡും കാണാറുണ്ട്. പിന്നെ ഞാൻ എടുത്ത് പറയുന്ന ഉപ്പും മുളകും, പിന്നെ പൊന്നൂസ് വ്ളോഗ് അത് കാണാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് പേഴ്സണലി എനിക്ക് സന്തോഷമാണ്. പിന്നെ ഈ ട്രാവലിംഗ് വ്ളോഗ് അതിന് എനിക്കതിൻ്റെ പേര് ഞാനിപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷെ ഞാൻ എന്തായാലും കാണാറുണ്ട് അങ്ങനത്തെ ട്രാവലിംഗ്. ഈ കാട്ടിൽ പോയി വണ്ടി ഓടിച്ച് ചെക്കന്മാർ ബൈക്കിൽ പോകുമ്പോൾ അവരും എത്ര സ്ട്രെയിൻ എടുത്തിട്ടാണ് വണ്ടിക്ക് ഓടിച്ച് പോയിട്ട് ആ ഒരു മൊമെൻറ്റ്സൊക്കെ കാണുമ്പോൾ അത് ഞാൻ എവിടെ തനിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ടി വിയിൽ കാണാറുണ്ട്. അപ്പം അതിൽ കുറേ, പിന്നെ വേറെ ഞാൻ ആദ്യമൊക്കെ കണ്ടിരുന്ന വീണ കറിയിൽ വേൾഡ് എന്ന ഒരു പഴയൊരു ഫേമസ് തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് അത് കാണാറുണ്ട്. അതും എൻ്റെ വീട് ഗുരുവായൂരാണ്. അവരുടെ വീട് എനിക്ക് തോന്നുന്നു തൃപ്രയാറ്. അത് നമ്മൾ വീടിന് കുറച്ച് അകലെയുള്ളൂ. അപ്പോൾ ഏകദേശം എൻ്റെ അവിടെയൊക്കെ സംസാരം ഈ ലാംഗ്വേജ് ഒരേപോലെയാണ്. പക്ഷേ അവർ എനിക്ക് തോന്നുന്നു എൻ്റെ അന്ന് ഞാൻ ആ വ്ളോഗൊക്കെ കാണുമ്പോൾ ഞാൻ 2ാമത്തെ കല്യാണം കഴിച്ചിട്ടില്ല, ഡിവോഴ്സ് കഴിച്ചിട്ടില്ല. അപ്പോൾ അവരുടെ ഒരു വീഡിയോസിൽ എനിക്ക് മനസ്സിൽ തട്ടിയ കാര്യമായിട്ടാണ് ഞാൻ പറയണത്. ഇപ്പോഴും ഞാൻ അവരെ കാണുമ്പോൾ പറയും, അവരെയല്ല അവരെ ഹസ്ബൻഡിൻ്റെ അതുപോലത്തെ ഒരു ഭർത്താക്കളെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ലക്കിയാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്കൊരു അവർ ശരിക്കും ഒരു റൂമിൽ അടച്ചു നിന്നിട്ട് അവർ പേഴ്സണൽ കാര്യം പറയാനായിട്ട് ഒരു വ്ളോഗ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വ്ളോഗാണ് ഞാൻ കണ്ടത്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അവർക്ക് ഒരു മോനുണ്ടായിരുന്നു. ആ മോനും അവരുള്ളപ്പോൾ അന്നത്തെ കാലത്ത് ഫോണും ഇതുപോലെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്ത് അവർ പേപ്പറിലൂടെ എന്താ പറയുക പരിചയപ്പെട്ട് കല്യാണം കഴിച്ച് വീട്ടുകാർ കല്യാണം കഴിച്ച്, പക്ഷേ ഒരു കുഞ്ഞുണ്ടായിട്ടും അവരെ ഇത്രയും വർഷം ചേർത്ത് പിടിച്ചിട്ടൊക്കെ അവിടെ ആ ഒരു വ്ളോഗിലൂടെ അവർ പറഞ്ഞ് കണ്ണ് നിറയണ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിൽ തട്ടിയത് തന്നെയാണ്. ഞാനിത് ആരെയും പൊക്കി പറയാനോ എന്താ പറയുക വ്യൂസ് കൂടാമെന്നില്ല, പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് എപ്പോഴും മനസ്സിൽ തട്ടും. ഞാനും ഈ ഒരു ലൈഫിലും ഒറ്റപ്പെടില്ല കുത്തുവാക്ക് നമ്മളെ എന്താ പറയുക എങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക, അതൊക്കെ ഞാനും ഈ ഒരു ഇതിനും ചില സമയത്ത് ഞാനും ഈ ഒരു സെക്കൻഡ് മാരേജ് ചെയ്തതെന്ന് വെച്ചാൽ മാട്രിമോണിയിലൂടെയാണ്. അത് ആ മാട്രിമോണിയിലൂടെയാണ്. പക്ഷേ പറയാൻ വെച്ചത് അപ്പം എൻ്റെ ആ ഒരു സമയത്ത് എന്താ പറയുക ടൈമൊക്കെ ഞാൻ ഈ ഒരു വ്ളോഗൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ടി വിയിൽ ഞാൻ ലാസ്റ്റ് പണ്ടൊക്കെ നമുക്കൊരു സീരിയൽ കാണുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു അല്ലേ, ഒരു ഡെയിലി സീരിയൽ ഏഷ്യാനെറ്റ് സൂര്യ അതൊക്കെ സീരിയൽ മാറ്റി ഇങ്ങനെ കാണുന്ന സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് കണ്ട സീരിയൽ ചിപ്പിയുടെ സാന്ത്വനം സീരിയലാണ്. പിന്നെ ഞാനിവിടെ വന്നതിന് ശേഷം സീരിയലില്ല, കാരണം എന്ന് വെച്ചാൽ എൻ്റെ ടി വിയിൽ ഏഷ്യാനെറ്റില്ല. അത് തന്നെ ഏഷ്യാനെറ്റ് ആ ഒരു കേബിൾ കണക്ഷൻ ഇല്ല. യൂട്യൂബിലിങ്ങനെ അത് കാണാം. അല്ലാതെ നമ്മളിങ്ങനെ പണ്ടൊക്കെ ഉണ്ടല്ലോ 7 മണിക്ക് സീരിയൽ അത് തുടങ്ങും, 7:30 മറ്റേ സീരിയൽ, അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് നമുക്ക് എന്തെങ്കിലും ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ 4 ചുവരിൻ്റെ നമ്മൾ കിടക്കുന്നത്. പിന്നെ നമുക്ക് ആ സമയത്തും ഭാഷ അറിയില്ല. പിന്നെ നമുക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക, നമുക്കിഷ്ടപ്പെടുന്ന അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇവിടെ പുറത്ത് പോയിട്ടൊന്നും ചെയ്യാനുള്ളതില്ല. കാരണം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞാനൊരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 500. കാരണം നമ്മൾ പറയുന്ന ഭാഷ അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, അതായത് എനിക്ക് മലയാളം മാത്രം അറിയൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ആളല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോക്കാരെന്തായാലും 500 താഴെ അവർ വിളിക്കില്ല. അപ്പം ഞാൻ വിചാരിക്കും അവിടം വരെ പോകണതിന് 500, ഒന്നെങ്കിൽ 250 എങ്കിലും ഒരു മാക്സിമം നമ്മൾ ഈ തൊട്ടടുത്തേക്കും വന്നു. പിന്നെ അതുകൊണ്ട് എവിടെയും പോവാറുമില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ചില നേരത്ത് നമുക്ക് സങ്കടവും ദേഷ്യവും എന്താ പറയുക ഭ്രാന്ത് പിടിച്ച പോലെയൊക്കെ തോന്നും. അങ്ങനെ അതുകൊണ്ടാണ് ഞാനും എല്ലാവരും പറഞ്ഞ് ഇങ്ങനെ എന്നെ അറിയണ പറഞ്ഞ നീ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഇടുക.
ഒരു ചേഞ്ചസ് വരും. അതുകൊണ്ടാണ് ഞാനും ഈ യൂട്യൂബ് ചാനൽ ഈ പറഞ്ഞ മാതിരി. പിന്നെ നമ്മുടെ ഫാമിലിയിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഗുരുവായൂരത്ത് കുറച്ച് ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പം പിന്നെ ഇങ്ങനെ ഈ വ്ളോഗുകളിൽ പല ആൾക്കാരും ഈ എന്താ പറയുക വ്ളോഗിലൂടെ കാണിക്കുന്ന ഒരു സംഭവമാണെന്നറിയോ, ഗുരുവായൂർ അത് പറയുമ്പോൾ സങ്കടം വരുന്നറിയോ, എല്ലാ വ്ളോഗേഴ്സും ഗുരുവായൂർ വന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ്, വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ അവർ അത് കഴിഞ്ഞ് ലാസ്റ്റത്തെ പറച്ചില്ല, ഒരിക്കലും തിരിച്ചു പോകാൻ തോന്നാത്തൊരു സ്ഥലമാണ്, എത്ര വന്നാലും മതി വരാത്ത സ്ഥലമാണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രൗഡാണ്. എന്താണെന്നറിയോ, ഞാൻ ആ മണ്ണിൽ ജനിച്ച് വളർന്നിട്ട് സങ്കടം വരുന്നതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഞാൻ ആ മണ്ണിൽ ജനിച്ച് വളർന്നിട്ട് എനിക്കും അവിടെ തരി മണ്ണുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു രാവിലത്തെ ശിവേലിക്ക് ഞാൻ ഡ്രസ്സ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഓടിയാൽ എനിക്ക് മൂന്നാമത്തെ ശിവേലിയുടെ കാണാം. അത്ര അടുത്താണ് എൻ്റെ വീട് കിടക്കുന്നത്. അപ്പോൾ ഇത് അപ്പം ഓരോരുത്തരും വന്നിട്ട് ആ ഒരു അവരുടെ ഇഷ്ടങ്ങൾ പറയുമ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് അതിൻ്റെ വില എന്താണെന്ന് അറിയുന്നത്. കാരണം അപ്പം അതേപോലെ തന്നെ എന്താ പറയുക, ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എന്നെ അതായത് ഇപ്പം എനിക്ക് തോന്നുന്നു ഗുരുവായൂർ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ക്യൂ ഭയങ്കരമാണ്. എനിക്കൊരു 10-15 കൊല്ലം മുന്നൊന്നും ഈ സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത്ര തിരക്കുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്നൊക്കെ കയറി തൊഴാനുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ. ഇപ്പം അടുത്തുള്ളവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ആ ഒരു കാറ്റഗറി ഉണ്ടല്ലോ, ഒരു 5 to 6 നമ്മുടെ ID പ്രൂഫ് കാർഡ് വെച്ചിട്ട് നമുക്ക് ആ തൊഴുന്ന ആ ഒരു ടൈമിങ്, എനിക്കൊരു ഈവനിങ്ങിൽ 5 to 6, മോർണിംഗിൽ 5 to 6, ആ ഒരു സമയത്ത് നമ്മൾ ID കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ, അതായത് ഗുരുവായൂർ പ്രാദേശിക ക്യൂ എന്ന് പറഞ്ഞാൽ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കയറാം. ഇപ്പം അങ്ങനെയൊരു സംവിധാനമാണ്. പക്ഷെ ആദ്യമൊന്നും അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അയ്യപ്പൻ്റെ അമ്പലത്തിലാണ് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് കയറി തൊഴുകാം. അപ്പോൾ ഞാനൊക്കെ നാട്ടിലുള്ള സമയത്ത്, ഇപ്പോഴല്ല ആ സമയത്ത്, ഒരു 2001-2002 കാലഘട്ടത്ത്, 2001-2001 ഞാൻ ഫസ്റ്റ് മാരേജ് കഴിഞ്ഞത്. ആ ഒരു സമയത്ത് വീട്ടിലുള്ള സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ രാവിലെ 5 മണിക്ക്, അത് ആരും കൂട്ടൊന്നും വേണ്ട, എന്താ പറയുക, പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീടിൻ്റെ മെയിൻ റോഡിൽ നിന്ന് അങ്ങോട്ട് 2 അടി നടന്നു കഴിഞ്ഞാൽ അമ്പലമാണ്. അപ്പം ഞാൻ അമ്പലത്തിനടയ്ക്കത് ഭയങ്കര വെട്ടാണല്ലോ, അതുകൊണ്ട് പേടിയൊന്നുമില്ല. ആ സമയത്തും എനിക്ക് പേടിയില്ല. അപ്പോൾ നമ്മൾ ആ ഒരു 5 മണി സമയത്ത് പോയി തൊഴുത് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ ഞാൻ അടിപ്രദക്ഷിണോ വന്ന് ചെയ്ത് നിന്ന് ഡെയിലി പോകാറുണ്ട് കേട്ടോ. ഡെയിലി ഗുരുവായൂരും പോവും. ഡെയിലി വൈകിട്ട് ഈവനിങ് ടൈമിൽ ശിവൻ്റെ അമ്പലത്തേക്ക് മമ്മിയൂരും പോവും. മമ്മിയൂർക്ക് പോകാൻ നമുക്ക് ഇട റോഡുണ്ട്, മറ്റേത് മെയിൻ റോഡ്. അതായത് ഈ കോർണറിലാണ് എൻ്റെ വീട് നിൽക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ പോയ മമ്മിയൂർക്ക്, ഇങ്ങനെ പോയ ഗുരുവായൂർക്ക്, അതൊരു പക്ഷേ ഇന്ന് ആ വ്ളോഗിലൂടെ എല്ലാവരും എന്താ പറയുക, ഗുരുവായൂരപ്പനെ കാണാൻ വരുന്നതിൻ്റെ അത് ശരിക്കും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ. എന്നിട്ട് ഞാൻ എല്ലാ ആൾക്കാരോടും ജോലി ചെയ്യുമ്പോൾ എല്ലാ ആൾക്കാരോടും ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്, എവിടെ വീട്? ഗുരുവായൂർ. അപ്പം എല്ലാവരും പറയുന്ന കാര്യം എന്താണെന്നറിയോ, ഗുരുവായൂരപ്പ നിങ്ങൾക്കൊക്കെ തൊഴാൻ സുഖമാണല്ലോ. അത് പറയുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു വല്ലാത്തൊരു സന്തോഷമാണ്. കാരണം എൻ്റെ അടുത്ത് പല ആൾക്കാരും പ്രായമുള്ളവർ പറഞ്ഞിട്ടുണ്ട്, ബാബിക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഭഗവാന്റെ മണ്ണിൽ ഒരു തരി തുണ്ട് ഭൂമി ഉള്ളത് എന്നുള്ളത്. അത് ഒരിക്കലും കാരണം അത് കളയാൻ തോന്നത്തില്ല. കാരണം ഞങ്ങളുടെ വീട് ശരിക്കും ഒരു കോർണറിലാണ്, ആരുടെ വഴിയിലേക്കും പോകണ്ട, ഉള്ളിലോട്ടും അല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 5 മണിക്ക് ഞാൻ ഒറ്റയ്ക്കാണ് അമ്പലത്തിൽ പോകാറ്. അന്ന് ആ സമയത്ത് 5 മണിക്ക് ഞാൻ ഡെയിലി ഒറ്റയ്ക്ക് പോവുകയും ചെയ്യും. പിന്നെ കുറച്ച് ദിവസങ്ങളിൽ നമ്മളുടെ വീട്ടിൽ വന്നിരുന്ന ഒരു ലക്ഷ്മി എടുത്തിയുണ്ട്, അത് നാവൂറൊക്കെ പാടാൻ പോണ. എൻ്റെ അമ്മ കുഞ്ഞായിരിക്കുമ്പോൾ
നമ്മുടെ നമ്മുടെ വീട്ടിൽ അന്ന് എൻ്റെ അമ്മയുടെ അച്ഛനൊക്കെയുള്ള സമയത്ത് പരിചയമുള്ളതാണ്. അപ്പോൾ പരിചയപ്പെട്ട എൻ്റെ അമ്മ വലുതായി, എൻ്റെ അമ്മ കല്യാണം കഴിഞ്ഞ് ഞാനുണ്ടായി. അപ്പോൾ ആ ഒരു റിലേഷൻ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ എനിക്ക് ഇത്രയും എനിക്ക് തോന്നുന്നു അവർ മരിച്ചിട്ട് എനിക്കൊരു 4 വർഷമായിട്ടുണ്ടായിരിക്കും. ഞാൻ പോയില്ല, ഞാൻ അറിഞ്ഞത് മരിച്ചു എന്നാണ്. പക്ഷെ അവർ ആ സമയങ്ങളിലൊക്കെ ഒരു നാവൂറ് പാടാൻ വേണ്ടി അവരുടെ വീട് ചെർപ്പളശ്ശേരി ഭാഗത്താണ്. അപ്പോൾ അവർ നമ്മളുടെ വീട്ടിലേക്ക് വരും നിൽക്കാൻ വെച്ചാൽ പണ്ടുള്ള ആ സൗഹൃദം വെച്ചിട്ട്. അപ്പോൾ ആ അമ്മമ്മ ഉണ്ടാവും. ഞങ്ങൾ രണ്ടുപേർക്കും ഞങ്ങൾ രാത്രിയാകുമ്പോൾ സെറ്റ് മുണ്ടും ബ്ലൗസും എല്ലാം എടുത്ത്, കാരണം രാവിലെ ഇങ്ങനെ ലൈറ്റ് ഇടണ്ടല്ലോ, എല്ലാവരും ആ സമയത്ത് ഉറങ്ങണത് കാരണം ലൈറ്റ് ഇടണ്ട വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും സെറ്റ് മുണ്ടൊക്കെ കിടക്കയുടെ അവിടെ കൊണ്ടുവയ്ക്കും. എന്നിട്ട് 5 മണിയാകുമ്പോൾ എണീക്കുന്നു. ബാത്റൂമിലേക്കൊന്നും പോകണ പരിപാടിയില്ല, കിണറിൻ്റെ അവിടെ ഇരുട്ടല്ലേ, കിണറിൻ്റെ അവിടെ പോകുന്നു, മേലെ വെള്ളം ഒഴിക്കുന്നു, അവിടെ അകത്ത് കയറില്ല. പിന്നെ അവിടെ നിന്നിട്ട് മുണ്ടായിരുട്ടത്ത് തന്നെ നിന്ന് ഡ്രസ്സ് മാറുന്നു. പിന്നെ ഇന്നത്തെ പോലെ ലിപ്സ്റ്റിക്ക് ഇടാനും ഐലൈനർ വരയ്ക്കാനും ഒന്നും നേരമില്ല, കാരണം ഓൾറെഡി പൊട്ടുന്ന അറ്റത്തുണ്ടാവും. പിന്നെ എനിക്ക് കുറേ മുടിയില്ലാത്താനും മുടി വലിച്ചു വാരി കെട്ടേണ്ട ആവശ്യമില്ല. ഇതിടുന്നു, ക്ലിപ്പിടുന്നു. പിന്നെ ആ അമ്മമ്മയാണെങ്കിലും അവർ മുടി ഇങ്ങനെ അവർക്ക് ഇത്ര മുടിയുണ്ട്, അവരിങ്ങനെ അഴിച്ചിടും, തുമ്പത്തൊരു കെട്ടും കെട്ടി നമ്മൾ കുളിച്ചെടുത്തിയിൽ അകത്തേക്കില്ല, അങ്ങനെ പോവും. ആ ഒരു സമയമുണ്ടല്ലോ, അത് വല്ലാത്തൊരു സുഖമുള്ള സമയമാണ്. കാരണം പിന്നെ ഈ പറഞ്ഞ മാതിരി ഓരോ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ എനിക്കും പറയാനുണ്ട്, കുറേ അനുഭവങ്ങളുണ്ട്. എന്താ പറയുക, കുറേ കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ ഒറ്റപ്പെട്ട സമയങ്ങളിൽ നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് എന്താ പറയുക, അവിടെ പോയിരുന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആ സമയത്ത് ആ ഫസ്റ്റത്തെ ഡിവോഴ്സ് സെപ്പറേറ്റ് ആയ സമയത്ത് നമുക്ക് മെൻ്റലി ഒരു ഷോക്കാണല്ലോ. ആ സമയത്തൊക്കെ നമ്മൾ എന്താ പറയുക, രാവിലെ ആയാൽ മതി, അമ്പലത്തിൽ പോയാൽ മതി, വേറെ ഒന്നുമില്ല. പക്ഷേ ഇവിടെ ഞാൻ ഈ സത്യം പറഞ്ഞാൽ എനിക്ക് ചിലവർക്ക് ബോറടിക്കും കേട്ടോ. നമ്മൾ നേരത്തെ 5 മണിക്ക് എണീറ്റിട്ട് ആദ്യമൊക്കെ എനിക്ക് ഇതുപോലെ വ്ളോഗ് കണ്ടിട്ട് ഞാൻ പറഞ്ഞു എന്തോ ഒരു സമയത്ത് നമ്മൾ നേരത്തെ എണീറ്റിട്ട് വിളക്ക് വെച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു. അങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ട് ആ വ്യക്തി എന്നോട് പറഞ്ഞു അങ്ങനെ ചെയ്ത് നോക്ക്. അപ്പോൾ 4 മണിക്ക് എണീറ്റിട്ട് വിളക്ക് എത്തിച്ചിട്ട് പിന്നെ അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകണത് 10 മണിയാകുമ്പോൾ എത്തിയാൽ മതി. എനിക്ക് തോന്നുന്നു 4 മണിക്ക് ഞാൻ എണീറ്റിട്ട് വിളക്ക് എത്തിക്കും. എന്നിട്ട് ഞാൻ കിടന്ന് ആ സോപ്പിൽ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങും. എനിക്ക് എന്നിട്ട് കുറച്ച് ദിവസം ഞാൻ കത്തിച്ചോളാം, കാരണം അതൊരു വലിയ ബോറിങ്ങായി തോന്നി. ബോറിങ് വെച്ചാൽ വേറെ 4 മണിക്ക് എണീറ്റിട്ട് ലൈറ്റ് ഇട്ട് ബഹളം വെച്ച് വയ്ക്കാൻ പറ്റില്ല, കാരണം അപ്പുറത്ത് ആൾക്കാരൊക്കെ ഉറങ്ങുന്ന സമയമല്ലേ, മിക്സി കറക്കാൻ പറ്റുമോ, ഒന്നും ഉണ്ടാക്കാൻ പറ്റുമോ, ഒന്നുമില്ല. ഇരുന്ന് ഇങ്ങനെ പിന്നെ നമ്മൾ അങ്ങനെ ഇരുന്നിട്ട് കുളി കഴിഞ്ഞിട്ട് ഇരിക്കുന്നത് നമ്മൾ പെട്ടെന്ന് ഉറങ്ങിപ്പോവും. പിന്നെ ഞാൻ വെച്ച് വേണ്ട, അത് ശരിയാവില്ല. പക്ഷെ ആ സമയത്ത് ഞാൻ ചിന്തിച്ചാൽ എന്താണെന്നറിയാം, ഇതിപ്പോൾ ഗുരുവായൂരാണെങ്കിൽ ശരി, ആ കുളിയും കഴിഞ്ഞിട്ട് വിളക്ക് കത്തിച്ച് കുളി കഴിഞ്ഞ് നേരെ അമ്പലത്തേക്ക് ഇങ്ങോട്ട് ഓടാം. അതും ആരും കൂട്ട് വേണ്ട, കാരണം അത്ര അടുത്താണ് എൻ്റെ വീട്. ആ ഒരു സുഖമുണ്ടല്ലോ, അതിന് ഇപ്പം എത്ര ആൾക്കാർ പറഞ്ഞാൽ, എൻ്റെ കെട്ടിയന് വരെ ഒരു പുജ്ഞാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ എപ്പോഴും നീയും നിൻ്റെ ഒരു ഗുരുവായൂർ. പക്ഷെ അതല്ല, അത് അനുഭവിച്ചവർക്കേ അതിൻ്റെ ആ ഒരു എന്താ പറയുക മഹത്വം അത് മനസ്സിലാവുള്ളൂ. അത് അല്ലാത്തവർ ആരെന്തൊക്കെ പറഞ്ഞാലും ഇന്നും ഞാൻ ഓരോ അമ്മമാരും ഓരോ കുട്ടികളും ഓരോ ഇതും പിന്നെ ഓരോരുത്തർ ഓരോ ഇത് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷം കേട്ടോ. എനിക്കിങ്ങനെ ഇവിടെ നിന്നൊക്കെ കാണുമ്പോൾ കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നു ഞാൻ ഗുരുവായൂർ ഉത്സവമൊക്കെ ശരിക്കും കറക്റ്റായിട്ട് ഈ കഴിഞ്ഞ വർഷമാണ് ഞാൻ ആ ഒരു 10 ദിവസത്തിന് ഇടയിൽ ഒരു 4 ദിവസത്തെ 2 ദിവസത്തെ ഇതിനു വേണ്ടി ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഗുരുവായൂർ പോയിട്ട് അന്നത്തെ ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഉത്സവത്തിൻ്റെ ആ ഒരു 2 ദിവസം, കാരണം അമ്പലത്തിലെ കഞ്ഞി മോര് കറി ഇതൊക്കെ മിസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക വെച്ചാൽ, നമുക്ക് ഒറ്റപ്പെടൽ ശരിക്കും പറഞ്ഞാൽ ഈ ചാനൽ തന്നെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ കാരണം വെച്ചാൽ ചില നേരത്ത് നമ്മൾ ഈ വെറുതെ രാവിലെ തൊട്ട് പാത്രം കഴുകുന്നു, തുടയ്ക്കുന്നു, അടിക്കുന്നു, ശമ്പളവും ഇല്ല, കിട്ടുന്നത് മുഴുവൻ എന്താ പറയുക, എന്നാലും കുറ്റങ്ങളല്ലാതെ വേറെ ഒന്നുമില്ല. മറ്റത് പിന്നെ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് ആ 29 എന്നുള്ള ഡേറ്റ് വരുമ്പോൾ സമാധാനം ഉണ്ടാകും.
ഈ മാസം ശമ്പളം. ഇത് പിന്നെ ശമ്പളമൊന്നുമില്ല, നമ്മളിങ്ങനെ വെറുതെ പട്ടിയെ പോലെ പണിയെടുത്ത് പിന്നെ എല്ലാവരും എൻ്റെ 2-3 ഫ്രണ്ട്സൊക്കെ ഒന്ന് വെറുതെ എന്നിട്ടാണെങ്കിൽ നീ 2 വീഡിയോ ചെയ്തിട്ട് അപ്പോൾ നിനക്കൊരു സന്തോഷമാവും. പിന്നെ നിനക്ക് പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ കാണുന്ന ഇഷ്ടപ്പെട്ടു കുറേ നല്ല നല്ല വ്ളോഗേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് ചിലരുടെ കറികളൊക്കെ കാണുമ്പോൾ നമുക്ക് പിന്നെ ശ്രീയുടെ വ്ളോഗൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഒരു ചട്ടി എടുത്ത് ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ഒരു ചട്ടി എടുത്ത് അങ്ങോട്ട് വയ്ക്കുകയാണെങ്കിലും അത് ചെയ്യണ്ടേ അത്. പക്ഷേ ഇവിടെ ഇപ്പം അങ്ങനെ സ്ഥലം എനിക്ക് ഭയങ്കര ചെടികളൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ കുറേ ചെടിയൊക്കെ ഞാൻ വെച്ച് നോക്കി, പക്ഷേ ഒരു കാര്യമില്ല. അത് ഉണങ്ങി എന്നുവെച്ചാൽ ഇരുട്ട്. ഈ ഞങ്ങളുടെ കോറിഡോർ ഭയങ്കര ഇരുട്ടാണ്, സൂര്യപ്രകാശം തീരില്ല. പിന്നെ ആകെ ഉള്ളത് ഈ ബാൽക്കണിയുടെ ഈ സൈഡ്. അതിപ്പോൾ അവിടെ ബിൽഡിങ് വന്നാൽ അത് അതിന് തീരുമാനമായി. അപ്പോൾ അത് കാരണം ചെടി വല്ലാണ്ട് ആഗ്രഹിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെന്താ, പിന്നെ ഒരു ഇതില്ല, എൻ്റർടൈൻമെൻറ്റും ഇല്ല. പിന്നെ ഞാനിവിടെ ബാംഗ്ലൂർ പിടിച്ചിരിക്കണമെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, കുട്ടികളുടെ പഠിപ്പ്. അത് നല്ലതാണ്. കുട്ടികളുടെ പഠിപ്പ് നമ്മളെ നാട്ടിലേക്കാളും കുറച്ചും കൂടി ഇവർ നാട്ടിൽ പഠിപ്പ് കൊള്ളില്ല, കേരളം കൊള്ളില്ല എന്നല്ല ഞാൻ പറയണത്. കുട്ടികളുടെ പഠിപ്പ് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല, ആ ഒരു സന്തോഷം. മറ്റത് പിന്നെ ഞാൻ മുന്നിലെ ഗുരുവായൂർ പിന്നെ ഞാൻ വ്ളോഗിൽ ഇങ്ങനെ ഓരോരുത്തർ കാണുമ്പോഴും ഡാൻസ് കളിക്കുന്ന വീഡിയോസും പിന്നെ പാട്ട് പാടുന്ന വീഡിയോസും അങ്ങനെയൊക്കെ ഓരോ അവിടെ കിടന്ന് ഇങ്ങനെ റീൽസ് എടുക്കുന്ന വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി അതുപോലെ തന്നെ എനിക്ക് ഞാനൊരു 5-6 പ്രാവശ്യം ഞാൻ ഇതുവരെ എനിക്ക് പകലൊക്കെ പോയി തൊഴുതിട്ടുണ്ട് കേട്ടോ, ഉച്ചയ്ക്കും കാലത്തും വൈകിട്ടൊക്കെ ഒരു 5 മണിക്ക് ശേഷം. പക്ഷെ ഞാൻ ഇന്ന് വരെ എനിക്ക് ഒരു ഭാഗ്യം അത് ഗുരുവായൂരപ്പൻ തന്നിട്ടില്ല, ആ ഒരു അവസരം നിർമ്മാല്യം തൊഴുതിട്ടില്ല. അത് എന്താണെന്നറിയില്ല, ഒരു പ്രാവശ്യം പോയി കാണാൻ പറ്റിയില്ല. അത് ഇപ്പോൾ ഈ അടുത്താണ്. പക്ഷെ പണ്ടൊക്കെ നിർമ്മാല്യം തൊഴാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ സമയത്ത് ആ ബുദ്ധി തോന്നിയില്ല. ഇപ്പം നല്ല ആഗ്രഹം ഉണ്ടെങ്കിലും ആ ഒരു എത്തിപ്പെടാൻ പറ്റണില്ല ആ ടൈമിങ്ങിന്, എന്താണെന്നറിയില്ല. പക്ഷേ ബാക്കിയുള്ള സമയത്തൊക്കെ ഓക്കെ കണ്ടിട്ട് ഇത് ഇപ്പോഴും ഞാനിവിടെ വിളക്കെത്തിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നമ്മുടെ കണ്ണടച്ചാൽ കാണുന്ന ആ ഒരു രൂപം എന്താണെന്നറിയോ, നമ്മൾ ആ ഒരു എന്താ പറയുക ഉള്ളിലൂടെ പോകുന്ന ആ ഒരു എൻട്രിയുടെ ഇതുണ്ടല്ലോ, ഭഗവാൻ നിൽക്കണ ആ രൂപം അത് നമുക്ക് മനസ്സിലുണ്ട്. അത് തന്നെയാണ്, അത് ഞാൻ പറയാതിരിക്കാൻ പോയി. അപ്പം ഞാൻ ഇന്നത്തെ ഈ വിഷയം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഇന്നലെയൊക്കെ കുറേ റീൽസും കാര്യങ്ങളൊക്കെ ഓരോരുത്തരും ഇങ്ങനെ ഗുരുവായൂർ പോയി പിന്നെ താലി കെട്ടണത്, 2 കുട്ടികളായിട്ട് കെട്ടണ. എൻ്റെയും 2ാമത്തെ വിവാഹം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് തന്നെയായിരുന്നു. അതിൻ്റെ ഫോട്ടോസ് ഉണ്ട്, വീഡിയോസൊന്നും അങ്ങനെ, കാരണം സെക്കൻഡ് മാരേജ് ആണല്ലോ, അതിൻ്റേതായൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഫോട്ടോ ഉണ്ട്. അപ്പോൾ അതെൻ്റെ ഒരു വലിയ ഞാൻ എന്താ പറയുക, എനിക്ക് ഇങ്ങനെ പറയാമെന്നറിയില്ല. കുറേ നമ്മുടെ ആഗ്രഹം ഉണ്ടാവില്ലേ. ഞാനും ഡിവോഴ്സൊക്കെ കഴിഞ്ഞ് ഒറ്റപ്പെട്ടിട്ട് നടക്കുന്ന സമയത്ത് ഞാൻ ഇന്ന് അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്, ദൈവം ഇനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു ആ ഒരു അവസരം കിട്ടണേന്ന്. പക്ഷെ അത് സാധിച്ചു വന്നു കേട്ടോ. അത് ഇല്ല, അത് ഞാൻ പറഞ്ഞത് ഓരോരുത്തരും ഓരോ അവരുടെ എന്താ പറയുക കാര്യങ്ങൾ പറയുമ്പോൾ ശരിക്കും നമുക്കത് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ നമ്മൾ ആ വിളി ഉണ്ടല്ലോ, അത് നമുക്ക് ഭഗവാൻ കാണിച്ച് തന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു വേദന ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ വീട് അവിടെ സ്ഥലമുണ്ട്, പക്ഷെ വീടില്ല. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് എൻ്റെ അമ്മ വയ്യാതായിട്ട് എനിക്ക് സങ്കടമില്ല. പക്ഷെ ഇപ്പം എൻ്റെ അമ്മ വയ്യാതായിട്ട് ഞാനായിട്ടത് വീട് പൊളിച്ച് മാറ്റിയിട്ട് അത് വീട് പണിയാന്നുള്ള ഇതല്ല. അതിൻ്റെ ആ ഒരു സമയത്ത് എനിക്കുണ്ടായ ഒരു അത് ഞാൻ പിന്നെ പറയാം എന്തായാലും. പക്ഷേ നമ്മൾ ആ ഗുരുവായൂരപ്പൻ്റെ കാര്യം പറയുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് സങ്കടം വരും. അത് ആർക്കാണെങ്കിലും കേട്ടോ. കാരണം കഴിഞ്ഞ 2025 നമ്മൾ ആ ഉള്ളു തട്ടിയിട്ട് വിളിക്കാമെന്നൊക്കെ പറയില്ലേ, ആ ഒരു വിളി ഭഗവാൻ സത്യം അത് എത്ര നീ ലോകം മുഴുവൻ കളിയാക്കിയാലും അത് ആ ഒരു സമയത്ത് ഒരു ഇന്നും എന്താ പറയുക, ഇത് ബാക്കിയാണ്, വഴിപാട് ബാക്കിയാണ്, ഇതുവരെ കഴിക്കാൻ പറ്റിയിട്ടില്ല. കാരണം 2025 മാർച്ച് 27
ഒരു സൺഡേ ആയിരുന്നു കേട്ടോ. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ സൺഡേ അന്ന് ലാലേട്ടൻ്റെ ശോഭനയുടെയും ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമ നമ്മൾ സൺഡേ ഈവനിങ്ങിൽ ബുക്ക് ചെയ്തിട്ടു നമ്മൾ ഫിലിം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2025 കണ്ട ലാസ്റ്റ് നമുക്ക് ഉണ്ടായൊരു അനുഭവമാണ് കേട്ടോ. അപ്പം അനുഭവത്തിൽ എന്താ വെച്ചാൽ ബുക്ക് ചെയ്തിട്ട് പോവാൻ ഞാൻ വിളക്ക് എത്തിച്ച് ഇങ്ങോട്ട് തിരിയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ എന്താ വെച്ചാൽ ഇതെന്താ തമാശ കളിക്കുക എന്നുള്ളതിൽ ഞാൻ തിരിഞ്ഞ് നോക്കുന്നില്ല. പിന്നെ എന്തിനാ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ പുള്ളി അങ്ങ് ചരിഞ്ഞ് സോഫയിൽ അങ്ങ് ഇരിക്കുക. അത് സ്ട്രോക്ക് വന്നതായിരുന്നു. അപ്പോൾ പുള്ളി സ്ട്രോക്ക് വരാൻ കാരണം എന്താ വെച്ചാൽ പുള്ളി ബിപിയുടെ ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു. അതൊരു മുംബൈയിൽ എന്താ പറയുക മീറ്റിങ്ങിന് പോയിട്ട് വന്നിട്ട് 2 ദിവസം ഗുളിക കഴിച്ചില്ല. ഞാനും ഈ സ്ഥിരമായി കഴിക്കണമല്ലേ, അത് കഴിക്കാറുണ്ടായിരിക്കും എന്നാണ് നമ്മളത്. അപ്പം തന്നെ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ 2 പിള്ളേരുണ്ടായിരുന്നു. എൻ്റെ പേര് ഞാനോട് ചോദിച്ചിട്ട് പറയാം കേട്ടോ. ആ പേര് അപ്പാർട്ട്മെൻറ്റിൻ്റെ അവർ എൻ്റെ കൂടപ്പറപ്പ് പോലുള്ള അവർ അവനെ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ അപ്പം തന്നെ വേറെ ആ പയ്യനെ വിളിച്ച് അവൻ ഓടി വന്ന് താങ്ങി അപ്പം തന്നെ കാറിൽ നമ്മൾ ട്രിൽ ലൈഫ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഭഗവാൻ വിളിച്ചാൽ വിളി കേൾക്കും. പക്ഷേ അതാണ് ഞാൻ പറയാൻ കാരണം. അപ്പം ആ ഒരു കൊണ്ടുപോയി അപ്പം തന്നെ ഒരു 75ൻ്റെ ഇഞ്ചക്ഷൻ, 75,000 രൂപയുടെ ഇഞ്ചക്ഷൻ അപ്പം തന്നെ 10-12 മണിയാകുമ്പോഴത്തേനും അതായത് ബ്ലഡ് കോട്ടായിട്ട് അത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് അത് അപ്പം തന്നെ നമ്മൾ സ്കാനൊക്കെ ചെയ്തപ്പോൾ ട്രൂ ലൈഫ്. അപ്പോൾ എനിക്ക് ഇവിടെ എന്നെ സംബന്ധിച്ച് ഞാനിത് പറയാൻ കാരണം ഇതിലൊക്കെ ഞാൻ അത് ആലോചിച്ചിട്ട് കുറേ വിഷമിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ എൻ്റെ മക്കളെ വിട്ടു. കാരണം മക്കളിൽ നിന്ന് അങ്ങോട്ടാണ് മക്കളെ വിട്ട് അപ്പുറത്തെ ചേച്ചിയോട് പറഞ്ഞു നോക്കിയിട്ട് എന്നിട്ട് കൂടി ഞാൻ ആ കുട്ടി പുള്ളിയോട് കാറിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്ത്. അപ്പോൾ എല്ലാവരും ഓടി, എൻ്റെ ഹസ്ബൻഡിൻ്റെ ആൾക്കാർ വിളിച്ചത് അവരൊക്കെ ഓടി വന്ന്. അപ്പോൾ ഇയാളെ ചെക്കപ്പിന് അകത്ത് കയറ്റിയേക്കാണ് പുള്ളിനെ. എന്നിട്ട് കയറ്റി സ്കാനിങ് കഴിഞ്ഞ് അപ്പോൾ സ്ട്രോക്ക് വന്നതാണ്. എന്നിട്ട് പിന്നെ ICUവിലായിരുന്നു. ICU ആ ദിവസം രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം ചൊവ്വാഴ്ച അങ്ങനെ ഒരു തിങ്കൾ കഴിഞ്ഞ് ചൊവ്വാഴ്ച നൈറ്റാണ് അങ്ങോട്ടാണെന്ന് തോന്നുന്നു. കാരണം പകലൊക്കെ എല്ലാവരും ഉണ്ട്. എനിക്കാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഭാഷ അറിയില്ല. ഇയാളുടെ ATM കാർഡിൻ്റെ എന്താ പറയുക നമ്പർ ലോക്ക് അറിയില്ല. മൊബൈലിൻ്റെ നമ്പർ ലോക്ക് മാത്രം അറിയാം. നമുക്ക് ഇങ്ങനെ ആക്കിയെന്നുള്ളത് അത് മാത്രം അറിയാം. പിന്നെ എനിക്കൊന്നും അറിയില്ല. പിന്നെ അക്കൗണ്ടിൻ്റെ എന്താണ് എങ്ങനെ എന്താ പറയുക നമ്മൾ കാർഡിൻ്റെ നമ്പർ പറഞ്ഞാലല്ലേ പൈസ ഇട്ട് കുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്നും എനിക്കറിയില്ല. അവിടെ എത്തിയിട്ട് സത്യം പറഞ്ഞാൽ പക്ഷെ എൻ്റെ കൂടെ അവരൊക്കെ അവരുടെ ഫ്രണ്ട്സും ആൾക്കാരൊക്കെ എല്ലാവരും വന്ന് അപ്പോൾ തന്നെ പേയ്മെൻ്റൊക്കെ അടച്ച് ഇഞ്ചക്ഷൻ എടുത്ത്, അതാണ് ഞാൻ പറയാം, ഇഞ്ചക്ഷൻ എടുത്ത് അങ്ങനെ 3-ാമത്തെ ദിവസം രാത്രിയാകുമ്പോൾ അപ്പോൾ ഇത് 2 സ്കാനിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ MRI അങ്ങനെ ഒരു സ്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ കാണിച്ചു തരാം ഞാൻ അതിൻ്റെ. അപ്പോൾ ആ സ്കാനിങ് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ എൻ്റെ കൂടെ ആരുമില്ല. ഞാൻ കാരണം 10-9 മണി വരെയൊക്കെ ആൾക്കാർ ഫ്രണ്ട്സൊക്കെ വന്നിങ്ങനെ പകരം ICU ആയതും പുറത്തൊക്കെ നിൽക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ 9-10 മണിയാകുമ്പോഴത്തേനും എൻ്റെ ഹസ്ബൻഡിൻ്റെ ആൾക്കാരൊക്കെ പോയി. ഞാൻ ഒറ്റയ്ക്ക് ആ ഒരു അവിടെ സോഫയുണ്ട്, ആ സോഫയിൽ ഇരുന്നു. കാരണം എൻ്റെ മക്കളെപ്പോഴും ഞാൻ ആ ഒരു നന്മ ആ ഒരാൾ ചെയ്തു തന്ന ഉപകാരം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അത് ഈ ജന്മത്ത് ഞാനത് അവരോട് എൻ്റെ ഈ നാവ് കൊണ്ട് ഞാൻ അവരോട് ഒരു എതിർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നും നന്ദികേടായിരിക്കും. കാരണം അത്രയും ആ സമയത്ത് 27 ദിവസം എൻ്റെ മക്കളെ കൊണ്ട് നോക്കിയത് ആരെച്ചാൽ അവർ തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡിനെ ഫ്രണ്ടെന്ന് പറയാൻ പറ്റില്ല, കൂടപ്പറപ്പ് പോലെ തന്നെയാണ് അവർ. ആ ചേട്ടനും രമ്യയാണ് എനിക്ക് എൻ്റെ മക്കൾ 27 ദിവസം വരെ നോക്കിയത്. അതെനിക്ക് 27-28 ദിവസം ഹോസ്പിറ്റലായിരുന്നു. ആ രാത്രി അതുപോലെ തന്നെ ആ രാത്രി എന്നോട് വിളിച്ച് ഇവിടുത്തെ ഇംഗ്ലീഷ് പറഞ്ഞ ഡോക്ടർമാരല്ലേ
ICUലേക്ക് വിളിച്ചിട്ട് പറയാം, നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ തലയിൽ ഞരമ്പ് സ്പ്രെഡ് ആവുന്നുണ്ട്, ഒരു പക്ഷേ സർജറി വേണ്ടി വരും, നിങ്ങൾക്ക് ആരെങ്കിലും പെട്ടെന്ന് ഇപ്പോൾ വിളിക്കാൻ പറ്റുമെന്ന് വിളിക്കാൻ. അവിടെ ആരുള്ളത്? ആരുമില്ല. ഞാൻ അപ്പം തന്നെ ഇവിടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പയ്യനുണ്ട്, അവനെ വിളിച്ചു. അവനിവിടെ ബാംഗ്ലൂരുണ്ട്. ആ കുട്ടിയും വൈഫും വന്ന് ആ 2 മണിയൊക്കെ ആയിരുന്നു. പക്ഷെ ആ സമയത്ത് വന്ന് അവരെന്നെ വന്ന് ആ കുട്ടിയാണ് ഞാൻ പറഞ്ഞു, ഞാൻ ഒച്ചയെടുത്തിട്ട് ഭയങ്കര, എനിക്ക് തന്നെ അറിയില്ല ഞാൻ ഇങ്ങനെ എത്രത്തോളം അവിടെ കരഞ്ഞു കുട്ടിയെന്ന്. അങ്ങനെ കരയുമ്പോൾ എന്നെ സമാധാനിപ്പിക്കുന്ന ആ സമയത്തുണ്ടായിരുന്നത് അവരാണ്. അതെടുത്ത് പറയാൻ കാരണം വെച്ചാൽ നമ്മൾ പൈസ സഹായം ഓക്കെ, പക്ഷേ നമ്മൾ മാനസിക സപ്പോർട്ട് എന്നൊക്കെ മെൻ്റലി സപ്പോർട്ട് അല്ലെങ്കിൽ ആ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് പക്ഷേ മറ്റുള്ളവർക്ക്, ചില ആളുകൾക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവും, ചില ആൾക്കാർ പറഞ്ഞാൽ മനസ്സിലാവില്ല. അവർ പറയും ഓ എന്തായാലും, പക്ഷെ അതുണ്ട്. അത് നമ്മൾ വന്ന് കെട്ടിപ്പിടിച്ച് കരയേണ്ട ചേച്ചി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുമ്പോൾ നമ്മുടെ ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞ ഇളൊരു കൈ കാല് തളർന്ന് കിടപ്പാണല്ലോ. അങ്ങനെ 27-ാം ദിവസം യൂറിൻ പൈപ്പിട്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് നമ്മൾ വീട്ടിൽ വന്നിട്ട് അന്നേ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം, എൻ്റെ കയ്യിൽ ആടിയ എണ്ണ ഉണ്ട്. ആടിയ എണ്ണ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആടിയ എണ്ണ കാലിൽ രാത്രിയാകുമ്പോൾ അങ്ങനെ തേച്ചിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചെന്നാണ്, ഭഗവാനെ രാവിലെ ഇരിക്കുമ്പോൾ വടി കുത്തി പിടിച്ചിട്ടെങ്കിലും എണീറ്റ് നിൽക്കണത്, ഇത് എൻ്റെ കണ്ണിലൊന്ന് കാണിച്ചു തരുന്നത്. പക്ഷേ അതെത്രത്തോളം സത്യമായിരുന്നു എന്നുള്ളത്, ഞാൻ രാവിലെ റൂമിൽ നിന്ന് എനിക്ക് വരുമ്പോൾ പുള്ളി ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എണീറ്റ് നിൽക്കുക. ആ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ ഒരു സന്തോഷം എന്താണ് അത്. എന്താ പറയുക, കാരണം അത് ഭഗവാൻ എൻ്റെ കണ്ണിൽ കാണിച്ചു തന്നു. പിന്നെ രാത്രി പിടിച്ചിട്ട് സർജറി ചെയ്യണമെന്ന് പറയണ സമയത്ത് ഞാൻ എൻ്റെ അനിയത്തിനെ വിളിച്ച് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു വിശ്വരൂപം വഴിപാട് തേര്, ഇന്ന് വരെ അത് കഴിക്കാൻ പറ്റിയിട്ടില്ല. ഒരവസ്ഥ ഉണ്ടല്ലോ, അത് ഈ ഒറ്റപ്പെടുമ്പോഴുള്ളൊരവസ്ഥ. പക്ഷെ നമ്മൾ ആ ഗുരുവായൂരപ്പനെ വിളിച്ചു കഴിഞ്ഞാൽ അത് എന്താ പറയുക, കൂടെ ഉണ്ട്. അത് എത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും അത് എത്രത്തോളം മനസ്സിലാവുമെന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാരണവശാലും ഞാനിരിക്കുന്ന ഈ ഫ്ലാറ്റ് ചിലപ്പോൾ നാളെ കൊടുക്കേണ്ടി വന്നാലും ഗുരുവായൂരപ്പൻ്റെ മണ്ണ് ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. കാരണം അതെൻ്റെ എന്താ പറയുക, എൻ്റെ പ്രാണനാണ്. കാരണം അത് എനിക്ക് സഹിക്കില്ല, അത് ഞാൻ കൊടുക്കില്ല. അത് എന്തൊക്കെ പറഞ്ഞാലും, കാരണം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ പേര് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. പക്ഷെ അതിനുവേണ്ടി കുറേ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫ്ലാറ്റ് കൊടുക്കേണ്ടി വന്നാലും ഈ ബാംഗ്ലൂർ താമസിക്കുമ്പോൾ ബാംഗ്ലൂർ എവിടെ താമസിച്ചാലും അതെന്നെ സംബന്ധിച്ച് എനിക്ക് ഒരേപോലെയാണ്. ഈ എന്താ പറയുക, ഹൊസൂർ തൊട്ട് ഹൊറമാവ് താമസിച്ചാലും എന്താ പറയുക, വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, ഏത് മൂലയിൽ താമസിച്ചാലും അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരേപോലെ. പക്ഷെ ഗുരുവായൂർ അതല്ല. ആ ഒരു ഞങ്ങൾ ജനിച്ച് വളർന്ന മണ്ണ്, ആ സ്പോട്ടിൽ നിന്ന് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെനിക്ക് കിട്ടില്ല. അതെനിക്ക് നല്ല ഉറപ്പാണ്. കാരണം അതെനിക്ക് ഞാനും എൻ്റെ അമ്മയോ അല്ല എൻ്റെ അച്ഛനോ സമ്പാദിച്ച മുതലൊന്നുമല്ല. എൻ്റെ അമ്മയുടെ അച്ഛൻ, അവരച്ഛൻ തലമുറ കൈമാറി വന്നിട്ട് ഉണ്ടായ മുതലാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആ ഒരു മണ്ണെന്ന് പറയുന്നത് തന്നെ അതൊരു പ്രത്യേക അത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ, ഓരോ വ്ളോഗേഴ്സും ഗുരുവായൂർ പോയ വിശേഷങ്ങൾ പറയുമ്പോൾ ഞാനിവിടെ ഉള്ളിൽ മനസ്സിൽ സത്യം പറഞ്ഞാൽ ഒരു പ്രൗഡാണ്. എന്താണെന്നറിയോ, ഞാൻ എവിടേക്ക് പോയി എവിടെയൊക്കെ തിരിഞ്ഞു വന്നാലും ഞാൻ ആ മണ്ണ് അവിടെ എനിക്കുണ്ടല്ലോ. കാരണം ഒരു ഷീറ്റിട്ട് കെട്ടിയാലും കെട്ടി ജീവിക്കേണ്ടി വന്നാലും ആ മണ്ണ് ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. അങ്ങനെ എന്താ പറയുക, ഇന്നലെ ഇന്ന് ഈ വ്ളോഗിൽ പറയാൻ കാരണം, ഇന്നലെ എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ മൂഡ് മൊത്തം അതായിരുന്നു. ഭയങ്കര എന്താ പറയുക, ഭയങ്കര മാനസിക ബുദ്ധിമുട്ടും ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അപ്പം സമയം 12 മണി ആവാറായി.
ഞാനെൻ്റെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പം ഞാൻ മോനെ വിളിക്കാൻ പോകണം. അത് കഴിഞ്ഞ് ബാക്കി വന്നിട്ടുള്ള വിശേഷങ്ങൾ ഇന്നത്തെ ഒരു വ്ളോഗായിട്ട് ഇടാം. ഇതൊരു എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, പിന്നെ നമുക്ക് ഗുരുവായൂർ ജനിച്ച് വളർന്ന എല്ലാവർക്കും ഒരു 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 ഐഡൻറ്റിറ്റി ഉണ്ട്. ഗുരുവായൂരപ്പൻ്റെ കളഭം. അത് ഗുരുവായൂർ ഏതൊരാളുടെ മുഖത്ത് നോക്കിയാലും ആ ഒരു കളഭം കണ്ട് വരച്ച്, കാരണം അത് വരയ്ക്കുമ്പോഴും അതിൻ്റെ ആ സ്മെല്ലും നമുക്കൊരു ആ ഒരു ബ്രീത്തിങ് വരുമ്പോൾ ഒരു ചുറ്റും പറഞ്ഞാൽ തലവേദനയൊക്കെ കുറയുന്ന ഒരു സമയമുണ്ട്. പക്ഷേ ഇപ്പം എന്താ കുറച്ച് ദിവസം വെച്ച് എൻ്റെ കയ്യിൽ അത് കഴിഞ്ഞു കേട്ടോ. കാരണം ഞാൻ 2 പാക്കറ്റ് കൊടുന്നത് എൻ്റെ ഹസ്ബൻഡ് കഴിഞ്ഞ മാസം മുംബൈ പോയപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ മേലെയുള്ള ഒരു സാറുണ്ട്. സാറിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, സാറിനും ഇഷ്ടമാണ്, അവർ ബ്രാഹ്മിൺസാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റ് എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളി പോകുമ്പോൾ കൊടുത്തു വെച്ചു. അപ്പോൾ എൻ്റെ കളഭം കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അനിയത്തിയോട് കൊറിയർ എന്തെങ്കിലും അയച്ചു തരാൻ പറയണം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എപ്പോൾ പോകുമെന്നൊന്നും അറിയില്ല. പക്ഷേ ആ കളഭത്തിൻ്റെ ഒരു മണവും ആ ഒരു ഇതും വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര എന്താ പറയുക, മനസ്സിന് അത്രയാണ്. അത് ഒരാൾക്കത് അത് എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഗുരുവായൂരപ്പനെ ഇഷ്ടപ്പെടുന്നവരും ആ ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെടുന്നവരും ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും അവർക്ക് മനസ്സിലാവാതിരിക്കില്ല. അല്ലാതെ ഈ പുറം നാട്ടിലൊക്കെ പോയിട്ട് ഗുരുവായൂരം ഇവിടെ മാത്രമല്ല, അല്ല, അങ്ങനെയല്ല. നമ്മൾ ഏത് മലയാളികളാണെങ്കിലും ഏതൊരാളെ എവിടെ പോയാലും പെട്ടെന്ന് നാവിൽ വിളിക്കുന്നത് എൻ്റെ കൃഷ്ണാൻ്റെ ഗുരുവായൂരപ്പ എന്നാണ്. അപ്പോൾ ആ ഒരു ആത്മബന്ധം ഈ പറഞ്ഞ മാതിരി നമ്മൾ ജനിച്ചു വളർന്ന മണ്ണ് നമുക്ക് എന്നും സ്വന്തമാണല്ലോ. അപ്പം ഞാനതിൻ്റെ ഒരു ഇന്നലെ എന്താണെന്നറിയില്ല, എൻ്റെ ഇപ്പം ഞാൻ ഇന്നലെ കുറച്ച് നേരം കിടന്നപ്പോഴേ എൻ്റെ എല്ലാം കൂടി ആലോചിച്ചു, കാരണം ഒന്നും ആയില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. പക്ഷെ ഒരു കാരണവശാലും ഈ ഫ്ലാറ്റ് വിൽക്കേണ്ടി വന്നാലും അത് എന്തെങ്കിലും സാഹചര്യത്തിൽ ഇത് കൊടുക്കേണ്ടി വന്നാലും ആ മണ്ണ് ഞാൻ കൊടുക്കില്ല. കാരണം എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഉപ്പിട്ട് ഇങ്ങോട്ട് എനിക്ക് അറ്റാക്ക് വന്ന് ഞാൻ ചാവും, എനിക്കെന്തെങ്കിലും സംഭവിക്കും വിഷമിച്ചിട്ട്. പക്ഷെ എന്നാലും ഞാനത് കൊടുക്കില്ല. ആ ഒരു ഉറച്ച വിശ്വാസത്തിലിരിക്കുന്ന വ്യക്തിയാണ്. അതിനൊരു നല്ലൊരു വഴി കാണിച്ചു തരട്ടെ ഭഗവാനെ, എന്നും അത് തന്നെ പ്രാർത്ഥിക്കും. പക്ഷെ പിന്നെ നമ്മൾ കുറേ അനുഭവങ്ങൾ നമ്മൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയല്ലേ, 1 മാസത്തിനുള്ളിൽ 2 മാസത്തിനുള്ളിൽ എൻ്റെ ഹസ്ബൻഡ് എണീറ്റു വണ്ടി ഓടിച്ചു. ഇപ്പോൾ എന്താ പറയുക, ജോലിക്ക് പുറത്തേക്ക് പോകാറായി. അതൊക്കെ പറഞ്ഞാൽ ആ പുള്ളിയോട് തന്നെ പറഞ്ഞാലും പുള്ളിക്കൊരു ചില നേരത്തെ ഒരു പുച്ഛ സ്വഭാവമാണ്. പക്ഷേ ഞാൻ അടിച്ച് അമർത്തിച്ച് പറയാറൊന്നുമില്ല. എന്തായാലും അത് അങ്ങനെ ആയതുകൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് ഞാൻ ഒരിക്കലും പറയാറില്ല പുള്ളിയോട്. പക്ഷേ എനിക്കറിയാം അത് വിളിയേക്കുന്ന ആൾക്കും അറിയാം ഞാൻ എത്രത്തോളം വിളിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ആ ഒരു നമുക്ക് അത് മാത്രം മനസ്സിലാക്കാം. പക്ഷെ മറ്റുള്ളവരെ ഈ പറഞ്ഞ എൻ്റെ ഹസ്ബൻഡിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട എന്നുള്ളൊരു ഇതാണ്. കാരണം നീ പ്രാർത്ഥിച്ചത് കൊണ്ടാണല്ലോ കിട്ടും, അതെനിക്ക് വേണ്ട. പക്ഷെ ഞാൻ ഒരു ഇച്ചിരി അഹങ്കാരത്തോടു കൂടി പറയാം, അഹങ്കാരമല്ല, നമുക്കൊരു ഉദാഹരണം പറയാം. എവിടെ വീടെന്ന് ചോദിക്കും, ഗുരുവായൂരാണ്. അയ്യോ, ഞാൻ ട്രെയിനിൽ വരുമ്പോഴാണെങ്കിലും എന്താ പറയുക, ഞാൻ ജോലിക്ക് പോകുന്ന സമയത്താണ് ഗുരുവായൂരാണെന്ന് പറയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന ആ സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. വീട് ഗുരുവായൂരാണോ? അയ്യോ. അപ്പോൾ എന്നിട്ട് ചോദിക്കും അടുത്ത നെക്സ്റ്റ് ഗുരുവായൂരാണോ എന്ന് ചോദിക്കും. നെക്സ്റ്റ് ചോദ്യം എന്താണെന്ന് പറയും, അടുത്താണോ? എന്നും തൊഴാൻ പറ്റുമോ? ഞാൻ പറഞ്ഞാൽ അടുത്താണ്, 5 മിനിറ്റില്ല. അയ്യോ, അങ്ങനെ ആ ഒരു പറയുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്നും ഒരാൾക്കും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതന്നെ, മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും, അല്ലാത്ത ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. അപ്പം ഞാൻ പോയിട്ട് ബാക്കി പറയാം.